നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ അടച്ച് ആന്തരിക കണ്ണുകൾ തുറന്ന് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോ പരമകാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിൽ നിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടി തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥനാപൂർവം ഞങ്ങളെ തൻ്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സംഭവബഹുലമായ ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ പോലും ഒരു മഹാവ്യാധിയുടെ മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വല്ലാത്തൊരു കാലത്തിലൂടെയാണല്ലോ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. തമ്പുരാനെ, ആയതെല്ലാം നിന്റെ കരുണയെന്ന് വിനയപ്പെടുവാൻ ഞങ്ങൾക്കിടയാകണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് തിരുഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മൗസിലേക്ക് ശിഷ്യന്മാർ നിരാശരായി പോയ വേളയിൽ എൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും വചനത്തെപ്പറ്റി ധ്യാനിക്കുകയും വാദിക്കുകയും ചിന്തിക്കുകയും ചെയ്ത വേളയിൽ വചനം അപഗ്രഥിച്ച് പ്രത്യാശയുടെ പുതിയ വഴി തുറന്നു കൊടുക്കുകയും ചെയ്തതുപോലെ തമ്പുരാനെ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയം നീ ഞങ്ങളുടെ നടുവിലുണ്ടാകണമേ. മാറ്റമില്ലാത്ത വചനം കർത്താവേ, അവിടുത്തെ അരുളപ്പാടുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കണമേ. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ദൈവമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വചനത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തെ തൊടയണമേ. ഞങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ, ഞങ്ങളുടെ ജീവിതത്തെ തിരുത്തുവാൻ, യഥാസ്ഥാനപ്പെട്ട തിരുസന്നിധിയിലാകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. മറ്റാരോടും പറയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ആകുലതകളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഞങ്ങളുടെ മുൻപിലുണ്ടല്ലോ. കർത്താവേ, ഇടറിപ്പോയ ഇടങ്ങളും പാളിയ അനുഭവങ്ങളും ഞങ്ങളുടെ മുൻപിലുണ്ട്. എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിന്നിൽ ആശ്വസിക്കപ്പെടുവാൻ, സൗഖ്യമാക്കപ്പെടുവാൻ, തിരുത്തപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. മഹാവ്യാധിയുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയൊക്കെ ഓർക്കുന്നു. രോഗവും മരണവും മാത്രമല്ലല്ലോ, വൈവിധ്യം നിറഞ്ഞ പ്രശ്നങ്ങൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാനെ, മഹാവ്യാധിയിൽ നിന്ന് ലോകത്തെ ഞങ്ങളെ കാക്കണമേ. ആദിയോടന്തം തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നാഥാ, ഞങ്ങളുടെ വാങ്ങിപ്പോയൊരു നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കുര്യൻ തോമസ് കരിപ്പാലിലച്ചൻ സഹോദര സ്നേഹത്തോടെ എപ്പോഴും എന്നോട് ഇടപെടുന്ന ഈ ഇടവകയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട സോണിയച്ചൻ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായിക സംഘാംഗങ്ങൾ, ദേവാലയത്തിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ലൈവ് സ്ട്രീമിങ്ങിലൂടെ വിവിധയിടങ്ങളിൽ നിന്ന് ഇത് ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കുര്യൻ തോമസ് കരിപ്പാലിൽ അച്ഛനുമായി ഏറെ അടുപ്പമുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയം അച്ഛൻ വെട്ടിക്കുന്നേൽ പള്ളിയിൽ ഇരുന്ന സമയം അച്ഛനോടൊപ്പം ഞാൻ മിഷന് പോയിട്ടുണ്ട്. അന്നു മുതൽ ഏറെ ആദരവോടെ ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷകൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സോണിയച്ഛൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഈ ഇടവയ്ക്ക് ഏറെ അനുഗ്രഹകരമാകുന്നതിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമുഖവാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ 2-3 വർഷക്കാലം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ എന്നാണ്
ആ ഓട്ടോബയോഗ്രഫിയുടെ പേര്. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും ഏറെ ഹൃദയഹാരിയായി സച്ചിൻ ആ പുസ്തകത്തിൽ വിവരിക്കുന്നു. നമ്മളേറെ സ്പർശിക്കുന്നത് സച്ചിൻ്റെ ബാല്യകാലമാണ്. സച്ചിൻ പറയുന്നത് ഇങ്ങനെ: നിങ്ങൾ കാണുന്നത് പോലെ അത്ര ശാന്തനൊന്നുമായിരുന്നില്ല എൻ്റെ കുട്ടിക്കാലത്ത്. മഹാകുസൃതിയായിരുന്നു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭ്രാന്തായിരുന്നു. കൂട്ടുകാരുമായി മിക്കവാറും വഴക്കിടും. ക്രിക്കറ്റ് ബോൾ ഏതെങ്കിലും വിൻഡോയുടെ ഗ്ലാസ്സിലോ റൂഫിൻ്റെ ടൈലിലോ ഒക്കെ കൊള്ളുകയും അതൊക്കെ പൊട്ടിക്കുകയും ചെയ്യും. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ എന്നെപ്പറ്റി പരാതി പറയാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഈ ഒരു കുസൃതി ചെറുക്കനെ അമ്മ എങ്ങനെ ഇങ്ങനാക്കി? ഒരു വേള എൻ്റെ അപ്പ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ചേർത്ത് പിടിച്ച് എന്നോട് പറഞ്ഞു, സച്ചിൻ, നിനക്ക് വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനാകണമെങ്കിൽ ഞാൻ നിന്നെ വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനാക്കാം. പക്ഷേ നിന്റെ അപ്പ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സച്ചിൻ വലിയൊരു ക്രിക്കറ്റ് കളിക്കാരൻ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യനെന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സച്ചിൻ തൻ്റെ അപ്പയുടെ വാക്കുകൾ ആ പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുന്ന ഇങ്ങനെ: I would be happier hearing people say Sachin is a good human being than a great cricketer any day. അടുത്ത വാക്ക് സച്ചിൻ ഇങ്ങനെ എഴുതുന്നു: It encapsulates my life's philosophy. ഇതെൻ്റെ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രത്തെ രൂപപ്പെടുത്തി. സച്ചിൻ പറയുകയാണ്, സച്ചിനെ എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു? കളിക്കളത്തിനപ്പുറം സച്ചിൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് എനിക്ക് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുവാനുള്ള കാര്യം അത് തന്നെയാണ്. ഈ പെരുന്നാളും വചനശുശ്രൂഷയുമെല്ലാം കുറെ കൂടെ ഉത്തമ മനുഷ്യരായി നമ്മെ രൂപപ്പെടുത്തുന്നതായി മാറണം. നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇടവകയുമായുള്ള ബന്ധങ്ങൾ, അനുഭവങ്ങളെല്ലാം കുറെ കൂടെ നല്ല മനുഷ്യരെ രൂപപ്പെടുത്തുന്നതായിട്ട് മാറണം. അതിന് ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുവചന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇസ്രയേൽ ജനതയുടെ കനാൻ യാത്രയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദൈവജനമായ യഹൂദന്മാരുടെ കനാൻ യാത്ര സംഭവബഹുലവും അവരുടെ ചരിത്രം അതിനിർണായകവുമായിരുന്നു. മിസ്രൈമിലെ റംസീസിൽ നിന്ന് പാലും തേനും വീഴുന്ന കനാനിലേക്ക് 40 വർഷം കൊണ്ടാണ് അവർ എത്തപ്പെടുന്നത്. അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു: മിസ്രൈമിലെ റംസീസിൽ നിന്ന് സൂക്കോത്തിലെത്തി ചെങ്കടൽ കടന്ന് സീൻ മരുഭൂമിയിലൂടെ മുന്നോട്ട് നീങ്ങി സീനായി മലയിൽ നിന്ന് കൽപ്പനകളൊക്കെ സ്വീകരിച്ച് മോവാബ് ഏദോമിൽ ചെന്ന് കാദേശ് മലയിൽ 2-3 പ്രാവശ്യം ചുറ്റിക്കറങ്ങി ഏദോം വഴി യോർദാൻ കടന്ന് കനാനിൽ ചെല്ലുന്നു. 40 വർഷം നീണ്ട വലിയൊരു യാത്ര. ഇത്ര സങ്കീർണമായ, ഇത്ര ദൈർഘ്യമുള്ള ഒരു യാത്രയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. യാത്രയുടെ ആരംഭത്തിൽ ചെങ്കടൽ കിടക്കുന്നു, അവസാനം യോർദാൻ കിടക്കുന്നു. ചെങ്കടലും യോർദാനും ഒന്നും കിടക്കാതെ ശൂർ മരുഭൂമിയിലൂടെ നേരിട്ട് 1-2 മാസം കൊണ്ട് അവർക്ക് കനാനിൽ ചെല്ലാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ക്ലേശകരമായ, സങ്കീർണമായ, യാതന നിറഞ്ഞൊരു യാത്ര ഇസ്രായേൽ നടത്തേണ്ടതായിട്ട് വന്നത്? ചെങ്കടൽ തുറന്ന് വഴി നടത്തിയ ദൈവം മരുഭൂമിയിൽ അവരുടെ വഴിയടയ്ക്കുകയാണോ? പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി കൂടെയിരിക്കാമെന്ന് പറഞ്ഞ ദൈവം മരുഭൂമിയിൽ അവരെ വഞ്ചിക്കുകയാണോ? ഇല്ല. അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും. വഴി നടത്തിയ ദൈവത്തെ, കരം പിടിച്ച് കരുതിയ ദൈവത്തെ ഇസ്രായേൽ മറക്കുന്നു. തന്മൂലം യാതന നിറഞ്ഞ, ക്ലേശം നിറഞ്ഞ, സങ്കീർണമായ 40 വർഷം മരുഭൂമിയിലൂടെ നടക്കേണ്ടതായ സാഹചര്യം ഇസ്രായേലിനുണ്ടാകുന്നു. ഈ യാത്ര സസൂക്ഷ്മം പരിശോധിച്ചാൽ നമ്മളെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. മിസ്രൈമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ലക്ഷ്യമാക്കി
പ്രതീക്ഷയോടെ യാത്ര തിരിച്ചവരിൽ യോശുവയും കാലേബും ഒഴിച്ച് 20 വയസ്സിന് മുകളിലുള്ള ആരും തന്നെ കനാനിൽ ചെല്ലുന്നില്ല. അതുമാത്രമല്ല, ഇവരെ നയിക്കാൻ 6 ലക്ഷം പുരുഷന്മാരാണ് യാത്ര തിരിക്കുന്നത്. അതിൽ 20 വയസ്സിന് മുകളിലുള്ള യോശുവയും കാലേബും അല്ലാതെ ആരും തന്നെ ചെല്ലുന്നില്ല. അതുമാത്രമല്ല, ഇവരെ നയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത അഹ്റോനും മോശയും മിരിയാമുമൊക്കെ മരുഭൂ പ്രയാണത്തിൽ മരണപ്പെടുകയാണ്. മോശ പിസ്ഗാ മുകളിൽ വെച്ച് മരിക്കുന്നു, അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിക്കുന്നു, മിരിയാം കാദീസിൽ വെച്ച് മരിക്കുന്നു. ഓരോരുത്തരായി മരിക്കുന്ന ചുരുക്കം ചില സന്ദർഭങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ മരുഭൂ പ്രയാണത്തിൽ ചില കൂട്ടമരണങ്ങളാണ്. ദൈവം ചിലയിടങ്ങളിൽ ഇസ്രയേലിന്റെ നേർക്ക് മഹാബാധകളെ അയക്കുന്നു. ഇസ്രയേൽ കൂട്ടമായി മരിക്കുന്നു. ഇസ്രയേൽ വലിയ ദുരന്തം നേരിടുന്നു. ഇതെവിടെയാണ്? ഇതിന്റെ കാരണം എന്താണ്? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയുടെ ജീവിതവും ഒരു യാത്രയല്ലേ? ജ്ഞാനസ്നാനമാകുന്ന മാമോദീസായാകുന്ന ചെങ്കടൽ കടന്ന് ഇഹലോക മരുഭൂ പ്രയാണം മുന്നോട്ട് നീങ്ങി മരണ യോർദാൻ അപ്പുറമുള്ള സ്വർഗീയ കനാൻ ലക്ഷ്യമാക്കിയുള്ള യാത്ര. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള യാത്രയിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ ഒരു ഭക്തന്റെ ജീവിതം, അവന്റെ ആത്മീയത എവിടെയാണ് പട്ടുപോകുന്നത്? അവന്റെ ദൈവബോധം എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? അവന്റെ ക്രൈസ്തവ സാക്ഷ്യം ഇല്ലാതാകുന്നത് എവിടെയാണ്? സംഖ്യാപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഇസ്രയേൽ പാളയത്തിൽ ദൈവമയച്ച മഹാബാധകൾ, അതിൻ്റെ കാരണങ്ങൾ, അത് നൽകുന്ന കാലിക സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഒരു മൂവി കണക്ക് നിങ്ങൾ കാണണം. ഇത് കാണുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതവുമായി ചേർന്ന് ചിന്തിപ്പാനിടയാകണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രയേൽ നേരിട്ട ദുരന്തമായി കാണാതെ അതെൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയത പട്ടുപോകുന്ന അനുഭവമാണോ, എൻ്റെ ക്രൈസ്തവ സാക്ഷ്യം വികലമാകുന്ന സാഹചര്യമാണോ എന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഇസ്രയേൽ പാളയത്തിൽ ദൈവമയച്ച മഹാബാധകൾ സംഖ്യാപുസ്തക പശ്ചാത്തലത്തിൽ. ഒന്ന്, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 33-34 വാക്യങ്ങൾ. വേദപുസ്തകം ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വായിക്കാം. ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം എല്ലാവരും ചെയ്തിട്ടുണ്ട്, ആരും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ തന്നെ വായിക്കാം. ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ, അവ ചവച്ചിറക്ക് മുൻപ് തന്നെ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ഒരു മഹാബാധ കൊണ്ട് ഇസ്രയേലിനെ സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് ഹീബ്രൂത്ത് ഹത്താവ എന്ന് പേരായി. സർവശക്തനായ ദൈവം അത്ഭുതകരമായി ഇസ്രയേലിനെ മരുഭൂമിയിലൂടെ നയിക്കുകയാണ്. മരുഭൂമി മുഴുവനും പ്രതികൂലമാണ്. ചുട്ടുപഴുത്ത മണലാരുണ്യം, ശക്തമായ മണൽക്കാറ്റ്, അനന്തമായ വിജനപ്രദേശത്ത് ലക്ഷ്യം എങ്ങോട്ട് എന്നുള്ള അവ്യക്തത, വെള്ളമില്ല, അപ്പമില്ല, ശത്രുക്കൾ. പക്ഷെ ഈ പ്രതികൂലതകളെ മുഴുവനും സർവശക്തനായ ദൈവം അനുകൂലമാക്കുന്നു. ചുട്ടുപഴുത്ത പാറയിൽ നിന്ന് അവർക്ക് വെള്ളം നൽകുന്നു. അനന്തമായ വിജനപ്രദേശത്ത് ലക്ഷ്യം എങ്ങോട്ട് എന്നുള്ള അവ്യക്തതയുടെ നടുവിൽ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂടായി സർവശക്തനായ ദൈവം കൂടെയിരിക്കുന്നു. ശത്രുക്കളുടെ മേൽ ജയം നൽകുന്നു. മരുഭൂമിയിൽ അവർക്ക് അപ്പം നൽകുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ പ്രതികൂലതകളിൽ കരുതുന്നോ അതിനുമപ്പുറമായി സർവശക്തനായ ദൈവം ഇസ്രയേലിൻ്റെ കൂടെ ഇരുന്ന് ഇസ്രയേലിനെ നടത്തുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയും കരുതലും ആവോളം അനുഭവിച്ചുകൊണ്ട് ഇസ്രയേൽ ജനത മുന്നോട്ട് നീങ്ങുകയാണ്. സീനായി മലയിൽ നിന്ന് കൽപ്പനകളൊക്കെ സ്വീകരിച്ച് 3 ദിവസം മുന്നോട്ട് തബേര എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ വച്ച് ഇസ്രയേലിലെ ഒരു കൂട്ടം ആടുകൾ ദുരാഗ്രഹികളാകുകയാണ്. അവർ ദൈവസന്നിധിയിൽ മറുതലിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മരുഭൂമിയിൽ തിന്നാൻ ഇറച്ചി ആരാണ് തരുന്നത്?
ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് പച്ചക്കറികൾ ഉണ്ടായിരുന്നു, മത്സ്യമുണ്ടായിരുന്നു. ഇവിടെ മഞ്ഞയല്ലാതെ ഒന്നുമില്ല. ഈ സാരമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. ഞങ്ങളുടെ പ്രാണൻ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു. എന്ത് ദൈവനിഷേധമാണ് ഇവർ പറയുന്നതെന്ന് ഓർത്തോണം. മരുഭൂമിയിൽ അവർ പട്ടിണി കിടന്ന് മരിക്കുന്ന ഘട്ടത്തിൽ ദൈവം ഒരായാസവുമില്ലാതെ അവരുടെ കൈവെള്ളയിൽ അവർക്ക് കൊണ്ട് കൊടുത്ത സ്വർഗീയ ഭോജ്യമാണ് മന്ന. ഇത് തിന്ന് തൃപ്തരായവരാ പറയുന്നത് ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നുവെന്ന്. ഈ ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണെന്ന് മന്ന തിന്ന് തൃപ്തരായവരാ പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വേദഭാഗം വായിച്ചു നോക്കണം. ഓരോ മനുഷ്യനും തൻ്റെ കൂടാരവാതിക്കൽ നിന്ന് വാവിട്ട് കരയുകയാണ്, ഇറച്ചി വേണം, ഇറച്ചി വേണമെന്ന്. ദൈവം നൽകിയ സ്വർഗീയ ഭോജ്യത്തെ മറന്ന് മിസ്രൈമിൽ അടിമകളായപ്പോൾ ഊഴിയവേല ചെയ്ത് തളർന്ന വേളയിൽ അവിടെയുള്ളവർ വലിച്ചെറിഞ്ഞു കൊടുത്തത് സമൃദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനിഷേധികളായി മാറുകയാണ്. ഈ സമയത്ത് സർവശക്തനായ ദൈവം മോശയോട് പറയുകയാണ്, അവർ എന്നെ വിശ്വസിക്കാതെ ഇറച്ചി വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനവർക്ക് ഇറച്ചി കൊടുക്കാൻ പോവുക. 1 ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം തന്നെ കൊടുക്കാൻ പോവുക. മോശ ദൈവത്തോട് പറയുക, ദൈവമേ നീ എന്നതായി പറയുന്നത്? പുരുഷന്മാർ തന്നെ 6 ലക്ഷം ഉള്ളത്, ഇവർക്ക് മുഴുവൻ ഇറച്ചി കൊടുക്കണമെങ്കിൽ ഭൂമിയിലെ കന്നുകാലികളെ മുഴുവൻ നീ ഇറക്കുമോ? സമുദ്രത്തിലെ മത്സ്യത്തെ മുഴുവൻ നീ പിടിക്കുമോ? ദൈവം മോശയോട് പറയുക, മോശ എൻ്റെ കൈ കുറുകിപ്പോകുമോ? എൻ്റെ വാക്ക് നിവർത്തിയാകാതെ ഇരിക്കുമോ? ദൈവം ഒരു കൊടിയ കാറ്റ് സമുദ്രത്തിൽ അടിപ്പിക്കുന്നു. സമുദ്രത്തിലെ കാടപ്പക്ഷികൾ മുഴുവൻ പറന്ന് ഇസ്രായേലിന്റെ സമാഗമന കൂടാരത്തിന്റെ 1.5 അടി ചുറ്റും പറന്നു നിൽക്കുന്നു. ജനം ഓടിച്ചിട്ട് കാടപ്പക്ഷിയെ പിടിക്കുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നന്നെ കുറച്ച് പിടിച്ചവന് 10 പറ കിട്ടി. ആ കാടപ്പക്ഷിയെ പിടിച്ച് കൊന്ന പാചകം ചെയ്ത് അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ പാളയത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം ഒരു മഹാബാധ കൊണ്ട് ഇസ്രായേലിനെ സംഹരിച്ചു. ദുരാഗ്രികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് ഖീബ്രൂത്ത് ഹത്താവ എന്ന് പേരായി. ഖീബ്രൂത്ത് ഹത്താവ എന്ന് വെച്ചാൽ ഗ്രേവ് ഓഫ് ഗ്രീഡ്, അത്യാർത്തിയുടെ ശവക്കുഴി. എവിടെയാണ് ഇസ്രായേൽ പാളയത്തിൽ കൂട്ടദുരന്തമുണ്ടായത്? ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം വിസ്മരിച്ച് ദുരാഗ്രഹികളായി മാറിയപ്പോൾ, ഒന്നിലും തൃപ്തിയില്ലാതെ വന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ സംഹരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണ് ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത്? ദൈവബോധം എവിടെയാണ് പട്ടുപോകുന്നത്? ആത്മീയത എവിടെയാണ് വികലമാകുന്നത്? ദൈവം തന്ന നന്മകളെയൊക്കെ വിസ്മരിച്ച് ഈ ലോകം മാത്രമാണ് എല്ലാമെന്ന് ചിന്തിച്ച് ഒന്നിലും തൃപ്തിയില്ലാതെ ആർത്തിയോടൊരു മനുഷ്യൻ നീങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം കാണില്ല. അവന് ദൈവത്തെ ലോകത്തിൻ്റെ മുൻപിൽ കാട്ടിക്കൊടുക്കാനും പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, എത്ര കരുണയോടെയാണ് തമ്പുരാൻ കർത്താവ് നമ്മളെ നടത്തുന്നത്. അതെല്ലാം മറന്ന് ഈ ലോകം മാത്രമാണ് എല്ലാം എന്ന് ചിന്തിച്ച് ആർത്തിയോടെ തൃപ്തിയില്ലാത്ത ജീവിതം നയിച്ചാൽ എവിടെ ദൈവത്തെ നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയും? അലിബാബയുടെ ഫൗണ്ടർ മഗ്ജ എന്നൊരു മനുഷ്യന്റെ പ്രസ്താവന 9 മാസം മുമ്പ് ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കാം. അതിനകത്ത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്രകാരമാണ്: 2020 എന്ന വർഷത്തിൽ ജീവനോടെ ഇരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിനും പ്രാധാന്യമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ വാചാലരാകേണ്ട സമയമല്ല ഇത്. ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം മാത്രം ഉറപ്പുവരുത്തുക. ഈ വർഷത്തിനൊടുവിൽ നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നേട്ടമുണ്ടാക്കി കഴിഞ്ഞു എന്നുറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഇത് ദൈവത്തിൻ്റെ കരുണയല്ലേ? ഈ ജീവിതം ദൈവം തന്ന നന്മയല്ലേ? ഇത് മറന്ന് ലോകമാണെല്ലാം, ഭൗതികതയാണ് എല്ലാം എന്ന് ചിന്തിച്ചൊരു മനുഷ്യൻ തരം താഴുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എവിടെയാ ദൈവമുള്ളത്? കോവിഡിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ വിദേശത്തുള്ള എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു.
കാരണം ആ സമയത്ത് ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഞാൻ അനുഭവിച്ച ഏകാന്തതയും ഒറ്റപ്പെടലും കൊണ്ട് സമാനമായ പ്രയാസങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഞാൻ എല്ലാവരെയും വിളിച്ചു. അവർ പങ്കുവെച്ച കാര്യങ്ങളൊക്കെ കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതിലെൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത് ഇങ്ങനെ, കുവൈറ്റിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അച്ഛാ 2.5 മാസമായി ജോലി നഷ്ടപ്പെട്ടിട്ട്, പക്ഷെ വീട്ടിൽ അറിയിച്ചിട്ടില്ല, അമ്മയെയും ഭാര്യയും മക്കളെ അറിയിച്ചിട്ടില്ല. ഓരോ മാസവും അയക്കുന്നത് പോലെ മറ്റുള്ളവരോട് കടം മേടിച്ച് പൈസ അയച്ച് വീട്ടിൽ കൊടുക്കും. അവരെ അത് അറിയിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. എൻ്റെ പല സ്നേഹിതർക്കും കോവിഡാ. ഞാൻ എൻ്റെ മുറിയിലിരിക്കുക, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്, ദൈവമേ, കോവിഡ് ബാധിച്ച അനാഥ പ്രേതം പോലെ ഇവിടെ കിടന്ന് മരിക്കരുത്. ഞാൻ മരിച്ചോട്ടെ, എൻ്റെ മൃതശരീരം നാട്ടിൽ കൊണ്ടുപോകണം, എൻ്റെ അപ്പൻ്റെ കല്ലറയിൽ ഒന്നടക്കണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഒരുപക്ഷെ നിങ്ങൾക്കിത് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് പിടികിട്ടില്ല. നിങ്ങളുടെ സ്നേഹിതരായി മിഡിൽ ഈസ്റ്റിലുള്ള പ്രവാസികളോടൊന്ന് ചോദിച്ചു നോക്കണം. അവർ പറയും അവർ കടന്നുപോയ അനുഭവങ്ങളായതെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയല്ലാതെ എന്തായിരുന്നു? ആ കരുണ അനുഭവിച്ചിരിക്കുന്ന നമ്മൾ, ഈ ലോകമാണ്, ഭൗതികതയാണ് എല്ലാം ഒന്ന് ചിന്തിക്കുമ്പോൾ എവിടെയാ ദൈവം നമ്മളുള്ളത്? ലിയോ ടോൾസ്റ്റോയുടെ അതിമനോഹരമായ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്? ഒരു മനുഷ്യന് എത്ര സ്ഥലം വേണം? ധനാഢ്യനായ ഒരു മനുഷ്യന്റെ അടുക്കൽ ഒരു കർഷകൻ ചെന്നിട്ട് പറഞ്ഞു, കൃഷി ചെയ്യാൻ അല്പം സ്ഥലം വേണം. അയാൾ പറഞ്ഞു, അല്പം എന്തിനാ? ആവോളം എടുത്തു, നന്നേ രാവിലെ നീ എത്ര സ്ഥലം പിന്നിടുന്നു അത്രയും നിനക്ക് സ്വന്തം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തിരിച്ചെൻ്റെ അടുക്കൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നീ പിന്നിട്ടതെല്ലാം നിനക്ക് നഷ്ടമാണ്. അയാൾ സന്തോഷചിത്തനായി കുളിച്ചൊരുങ്ങി നടക്കാൻ തുടങ്ങി. പിന്നിടുന്നത് തനിക്ക് സ്വന്തമല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ നടത്തത്തിന് വേഗത കൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടാൻ തുടങ്ങി. പിന്നിടുന്നത് മുഴുവനും തൻ്റെ കൈകളിലാകുകയാണല്ലോ. വിശപ്പും ദാഹവും എല്ലാം മറന്ന് പരമാവധി ഓടി. ഒടുവിൽ അയാൾക്ക് മനസ്സിലായി, സൂര്യൻ അസ്തമിക്കാൻ പോവുക, തിരിച്ച് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം പോകും. എല്ലാം മറന്ന് അതിവേഗത്തിൽ അയാൾ തിരിച്ചോടാൻ തുടങ്ങി. അതിവേഗത്തിൽ ഓടുകയാണ്. ഓടി 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 ഈ ജന്മിയുടെ മുൻപിൽ വയർത്ത് കുളിച്ച് പിടഞ്ഞ് പിടഞ്ഞ് വിറച്ച് വിറച്ച് വീണ് മരിച്ചു. ലിയോ ടോൾസ്റ്റോയ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുക, അതിന്റെ ടൈറ്റിൽ, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്? ഒരു മനുഷ്യന് എത്ര സ്ഥലം വേണം? ഒത്തിരി ഓടിയൊരു മനുഷ്യന് അവസാനം 6 അടി മണ്ണിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഈ ലോകം മാത്രമാണോ ജീവിതം? ആർത്തിയോടിങ്ങനെ പോവുകയാ, മനുഷ്യബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാതെ എല്ലാം ഈ ലോകമെന്ന് കരുതി തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കുകയാണ്. ഞാൻ പറയട്ടെ, തൃപ്തിയില്ലാത്ത ജീവിതം നിരർത്ഥകമാണ്. തൃപ്തിയില്ലാത്ത ജീവിതം ശൂന്യമാണ്. തൃപ്തിയില്ലാത്ത ജീവിതത്തിന് വർത്തമാനകാല ദൈവിക അനുഗ്രഹങ്ങൾ പോലും സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ജീവിതത്തിലുള്ളതിൽ തൃപ്തിയോടെ ദൈവം ചെയ്ത നന്മകളിൽ വിനയത്തോട് ജീവിക്കാൻ ഇടയാകുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അതിൻ്റെ സാക്ഷ്യത്തിലെത്തുന്നത്. സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുക. ഇക്കാലത്തെ പറ്റി പറയുന്നത് 5 കാര്യങ്ങളാണ്. 1, കൾച്ചർ ഓഫ് ഹാവിങ്, എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു സംസ്കാരം. 2, കൾച്ചർ ഓഫ് മറ്റീരിയലിസം, ഭൗതികവാദം. 3, കൾച്ചർ ഓഫ് എന്റർടൈൻമെന്റ്, അടിച്ചു പൊളിച്ച് ജീവിക്കുക. 4, കൾച്ചർ ഓഫ് സെൽഫ്, സ്വയകേന്ദ്രീകൃത ജീവിതം. 5, കൾച്ചർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അത് മാത്രം ജീവിതമാകുമ്പോൾ അപകടമാണ്. വെട്ടിപ്പിടിക്കുക, നേടുക, ഭൗതികത, സ്വയകേന്ദ്രീകൃതമായ ജീവിതം, ആസ്വദിക്കുന്ന ജീവിതം, യുക്തിയും ബുദ്ധിയും മാത്രമെന്ന് കരുതി ജീവിക്കുമ്പോൾ ഇവിടെയാ ദൈവമുള്ളത്? ഇവിടെയാ ദൈവമുള്ളത്? മനുഷ്യബന്ധങ്ങൾ പോലും ഇക്കാലങ്ങൾ ഭൗതികതയുടെ മുൻപിൽ അറുത്തുമുറിച്ചു മാറ്റുകയല്ലേ? സഹോദര ബന്ധം, മാതാപിതാക്കളുമായുള്ളൊരു ബന്ധം, നാം ഇടപെടുന്ന ഇടങ്ങളിലെ ബന്ധം, ആർത്തിയോട് ഓടുകയ. ഇവിടെ ചെന്നെത്താനാ? ഇന്ത്യയിലെ പത്രങ്ങളിലെല്ലാം ഒരു 4-5 വർഷം മുമ്പ് വന്നൊരു വാർത്തയാണ്,
എ ടെക്നോജീനിയസ് ചേഞ്ച്ഡ് ഇൻടു സൈബർ ക്രിമിനൽ. മലയാള പത്രങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്, പ്രതിഭ വഴിപിഴച്ചു, IT വിസ്മയം ജയിലിൽ. IT ലോകത്തിലെ അത്ഭുത ബാലൻ ശിവേന്ദു മാധവ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ. ആരാ ശിവേന്ദു മാധവ്? ബീഹാറിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അവൻ ജനിച്ചവന്റെ ആദ്യത്തെ പഠനകാലത്ത് തന്നെ അധ്യാപകർ ഒന്നടങ്കം പറഞ്ഞു, ഇവന്റെ ശരീരം മുഴുവൻ തലച്ചോറാണ്. അത്ര മെഗാ ജീനിയസ്. 11ാമത്തെ വയസ്സിൽ ഗൂഗിളിനെ വെല്ലുന്ന സെർച്ച് എഞ്ചിൻ അവൻ സൃഷ്ടിച്ചു. 14ാമത്തെ വയസ്സിൽ അവനുണ്ടാക്കി ബ്ലോഗിംഗ് വെബ്സൈറ്റ്. അമേരിക്കയിൽ ഒരു മനുഷ്യൻ ലക്ഷങ്ങൾ കൊടുത്ത വാങ്ങിയത്. ലോകം മുഴുവൻ ചിന്തിച്ചു, ലോകത്തിനുള്ള അത്ഭുതമാ ശിവേന്ദു മാധവ്. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അവനെ പറ്റി നേരത്തെ പറഞ്ഞു, ഇവൻ ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന മിറക്കിളാ ശിവേന്ദു മാധവ്. അധികകാലം കഴിഞ്ഞില്ല, ലക്നൌവിൽ വെച്ച് ശിവേന്ദു മാധവ് അറസ്റ്റിലായി. എന്തിനാണെന്നറിയാമോ? റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോടികൾ കവർന്നു. ലോകമാണ് എല്ലാമെന്ന് ചിന്തിച്ചാൽ അതിനേക്കാൾ അപകടം വേറെ ഏതാ ഉള്ളത്? മനുഷ്യബന്ധങ്ങൾ പോലും ലോകത്തിന് മുൻപിൽ അറുത്തു കുറിച്ച് മാറ്റുകയല്ലേ? ദൈവത്തെ അന്വേഷിക്കുന്നത് പോലും ഭൗതികതയ്ക്ക് വേണ്ടിയല്ലേ? അവിടെ നമ്മുടെ ആത്മീയത എങ്ങനെ ശരിയാകും? കുറെ നാളുകൾക്ക് മുൻപ് ഒരു പ്രൊട്ടസ്റ്റന്റ് മാസികയുടെ ഒരു കുറിപ്പ് കണ്ടു, ബിസിനസ്സിൽ വിജയിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ പങ്കുചേരും. ബിസിനസ്സിൽ വിജയിക്കേണ്ട എന്നോ പ്രാർത്ഥനാ വലയത്തിൽ പങ്കുചേരണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് വികലമായ ദൈവാന്വേഷണമല്ല. ഇവിടെയാണ് യേശുദമ്പുരാൻ പറയുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളം കണ്ടുകൊണ്ടല്ല, അപ്പം കണ്ടുകൊണ്ടാണ്. അപ്പത്തിന് വേണ്ടിയുള്ള ദൈവാന്വേഷണം, ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ദൈവാന്വേഷണം, ആർത്തിക്ക് വേണ്ടിയുള്ള ദൈവാന്വേഷണം, അത് വികലമായ ദൈവാന്വേഷണമാണ്. അതാണ് കിബ്രൂത്ത് ഹത്താവ, ഗ്രേവ് ഓഫ് ക്രീഡ്. ഒരു മനുഷ്യന്റെ ദൈവബോധം പട്ടുപോകുന്നത് എവിടെയാണ്? ലോകം മാത്രമാണ് എല്ലാമെന്ന് ചിന്തിച്ച് ആർത്തിയോട് നീങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവം കാണില്ല. 2 സംഖ്യാപുസ്തകം 16-ാം അധ്യായം 32-ാം വാക്യം. അതിങ്ങനെയാണ്, ഭൂമി വായ്പിളർന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള സർവസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിലൂടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ യാത്ര ചെയ്തവർ കാദേശിലെത്തി. കാദേശിൽ നിന്ന് അധിക ദൂരമില്ല അവരുടെ സ്വപ്നഭൂമിയായ കനാനിൽ ചെല്ലാൻ. പരമാവധി 1-2 ആഴ്ച. ശരിക്കും കാദേശ് മലമുകളിൽ നിന്ന് പാലും തേനും വീഴുന്ന കനാൻ അവർക്ക് കാണുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ദൈവം തങ്ങൾക്ക് തരുന്ന സ്വപ്നഭൂമി എങ്ങനെയെന്നറിയാൻ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച്, മോശയുടെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലിലെ 12 പ്രഭുക്കന്മാർ, യോശുവയും കാലേബും ഉൾപ്പെടുന്നവർ, കനാൻ 40 ദിവസം ഉറ്റുനോക്കി അതിന്റെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി മുന്തിരി കുലകളും മാതള പഴങ്ങളുമായിട്ട് ഇസ്രായേൽ സഭയുടെ മുൻപാകെ വരുന്നു. എന്നാൽ ദൈവം അവർക്ക് നൽകുന്ന ഈ കനാനെ പറ്റി, ആ ദൈവിക പദ്ധതിയെപ്പറ്റി അവർ സംശയിച്ചതുകൊണ്ട്, അതിനെപ്പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. സംശയിച്ചതുകൊണ്ട് ദൈവ കോപം പാളയത്തിലേക്ക് വരികയാണ്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, എൻ്റെ മകൻ യോശുവയും കാലേബും അല്ലാതെ മറ്റെല്ലാവരും ഞാൻ അവർക്ക് നൽകുന്ന കനാനെ പറ്റി സംശയിച്ചതുകൊണ്ട്, അത് കിട്ടുകയില്ല എന്ന് ചിന്തിച്ചതുകൊണ്ട് എൻ്റെ മകൻ യോശുവയും കാലേബും അല്ലാതെ 20 വയസ്സിന് മുകളിലുള്ള ആരും കനാനിൽ കയറില്ല. അതുമാത്രമല്ല, 40 ദിവസം ഉറ്റുനോക്കിയില്ല, എന്നിട്ടും എൻ്റെ പദ്ധതിയെ സംശയിച്ചതുകൊണ്ട് 1 ദിവസത്തിന് 1 വർഷം കണക്ക് 40 വർഷം നിങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പ്രിയമുള്ളവരെ, 2 ആഴ്ച കൊണ്ട് തീരേണ്ട യാത്ര അങ്ങനെ നീളുകയാണ്, നീണ്ടുപോവുകയാണ് അനന്തമായി. യാത്ര നീണ്ടുപോയാൽ എന്താ? ദൈവത്തിൻ്റെ പദ്ധതികളെ അവർ സംശയിക്കുന്നുണ്ടെങ്കിലും, മോശയുടെ മുൻപിലും അഹ്റോന്റെ മുൻപിലും അവർ പിറുപിറുക്കുന്നുണ്ടെങ്കിലും, ഇതുവരെയുള്ള ഇസ്രായേലിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? 6 ലക്ഷം പുരുഷന്മാരുണ്ട്, എല്ലാവരുടെ കൂട്ടിയാൽ 34 ലക്ഷം ജനങ്ങളുണ്ട്. ഇവരെല്ലാം മോശ എന്ന നേതാവിൻ്റെ കീഴിൽ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്, ഒരുമിച്ച് ഐക്യത്തോട് മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ കാദേശിൽ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇസ്രായേൽ പാളയത്തിൽ ആദ്യമായി കലാപക്കൊടി ഉയരുകയാണ്. കോരഹും ദാനും അബീരാമും ഓനും
സംഘ സദസ്യരായ 280 പേർ ചേർന്ന് മോശയുടെ നേതൃത്വത്തിനെതിരെ കലഹിക്കുകയാണ്. അവർ സഭയുടെ മുൻപാകെ നിന്ന് പറയുകയാണ്, സഭ ഒന്നാകെ വിശുദ്ധമാണ്, യഹോവ ഇതിൻ്റെ മധ്യയുണ്ട്, പിന്നെ അഹറോനും മോശയും എന്തിനാണ് തങ്ങളെ തന്നെ ഉയർത്തുന്നത്? ഇസ്രായേൽ പാളയത്തിൽ ആദ്യമായൊരു ഭിന്നതയുടെ വിത്ത് ഇടുകയാണ്. ജനത്തിനു വേണ്ടി എന്ന നിലയിൽ സ്ഥാനമോഹികളായ സ്വാർത്ഥ താല്പര്യമുള്ള ഇവർ ഒരു കലഹമുണ്ടാക്കുക. ജനത്തിൻ്റെ ഇടയിൽ ആശയക്കുഴപ്പമായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ ആകുലചിത്തരാകുന്നു. ദൈവം ഈ കോരഹിനെയും അബീരാമിനെയും ഓനിനെയും ഒക്കെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? മോശയോട് കൂടെ നിൽക്കാനാ, മോശയ്ക്ക് പിന്തുണ കൊടുക്കാനാ അവരാ മോശയ്ക്കെതിരെ കലഹിക്കുന്നത്. മോശയ്ക്ക് ഇത് വലിയ വിഷമമായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ വിഷമിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴല്ലേ? പുറത്തൂടെ പോകുന്നവർ എന്തോ പറഞ്ഞാലും നമുക്ക് എന്നതാ. പക്ഷേ നമ്മെ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട പങ്കാളി നമ്മളെ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ, നമ്മുടെ ഉറ്റ സുഹൃത്ത് എന്ന് ചിന്തിക്കുന്ന ആള് നമുക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ, അവിടല്ലേ നമ്മുടെ മനസ്സേറെ വേദനിച്ചു പോകുന്നത്? ജൂലിയസ് സീസർ എന്നൊരു നാടകമില്ലേ, അതിൽ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? ജൂലിയസ് സീസറിനെതിരെ ഒരു ഉപജാപക വൃന്ദം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ജൂലിയസ് സീസറിനെ കൊല്ലുകയാണ്. കൊല്ലുന്ന വേളയിൽ ഉപജാപക വൃന്ദം തനിക്കെതിരെ തിരിയുന്ന സമയത്തും ഉപദ്രവിക്കുന്ന സമയത്തും ജൂലിയസ് സീസർ അടിപതറിപ്പോകുന്നില്ല. അവസാനം ബ്രൂട്ടസ് ജൂലിയസ് സീസറിന് നേരെ വാളൂമ്പോഴാണ് ജൂലിയസ് സീസർ ശരിക്കും തകർന്നു പോകുന്നത്. ആ നാടകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജൂലിയസ് സീസർ അയാളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്രൂട്ടസിനെ സ്നേഹിച്ചിരുന്നു, ബ്രൂട്ടസിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അയാൾ ജൂലിയസ് സീസറിന് നേരെ വാളോങ്ങിയതാണ് ജൂലിയസ് സീസറിനെ തകർത്ത് കളഞ്ഞത്. അപ്പോഴാ സമയത്ത് അതിലൊരു സെന്റൻസ് ഉണ്ട്, യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസേ നീയും മോശയോട് കൂടെ നിൽക്കേണ്ടവർ, പിന്തുണ കൊടുക്കേണ്ടവർ, സഹായങ്ങളെല്ലാം ചെയ്യേണ്ട ആളുകൾ, അവരാണ് മോശയ്ക്കെതിരെ കലഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പാളയത്തിന് പുറത്തുള്ള ശത്രുതയൊന്നും നമുക്ക് വിഷയമില്ല. പാളയത്തിനകത്ത് നമ്മുടെ ചങ്കോട് ചേർന്നിരിക്കുന്നവർ നമുക്ക് നേരെ തിരിയുമ്പോഴാണ് നാം വേദനിച്ചു പോകുന്നത്, തളർന്നു പോകുന്നത്. മോശ കരയുകയാണ്, ദൈവസന്നിധിയിൽ കരയുകയാണ്, ദൈവത്തോട് പറയുക, ദൈവമേ, ഒരു കഴുതയെപ്പോലും ഞാൻ അവരിൽ നിന്ന് വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങൾ മോശയുടെ ജീവിതം നോക്കിക്കോണം. ഇസ്രായേലിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച, ഹോമിച്ച ഒരു മനുഷ്യനായിരുന്നു മോശ. അയാൾക്കെതിരെയാണ് കലഹമുണ്ടാക്കുന്നത്. ദൈവം ഇവരെ നശിപ്പിക്കാൻ പോവുക. ഇപ്പം മോശ ദൈവസന്നിധിയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ദൈവമേ, സാധാരണ പോലെ നശിപ്പിക്കരുത്, ഒരു അപൂർവ കാര്യം ചെയ്യണം. എന്താ സംഭവിച്ചെന്നറിയാമോ? ഭൂമി പിളരുന്നു, കോരഹിനെയും കൂട്ടരെയും അവരോടുള്ള സർവരെയും വിഴുങ്ങിക്കളയും. ഇസ്രായേൽ പാളയത്തിൽ ഉണ്ടായ രണ്ടാം കൂട്ടദുരന്തം എന്താണെന്നറിയാമോ? കലഹമുണ്ടാക്കിയവരെ, ഭിന്നത ഉണ്ടാക്കിയവരെ ദൈവം നശിപ്പിക്കുന്നു. ഗ്രേവ് ഓഫ് റെബലിയൻ, കലഹത്തിൻ്റെ ശവക്കുഴി. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ എവിടെയാണെന്നറിയാമോ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്നത്? എവിടെ ഭിന്നതയുണ്ടോ, എവിടെ കലഹമുണ്ടോ, അവിടെ ദൈവം കാണില്ല. അത് നമ്മുടെ വീടായാലും പള്ളിയായാലും സമൂഹമായാലും സഭയായാലും. കലഹമുള്ള ഇടങ്ങളിൽ ദൈവം കാണില്ല. എവിടെ നമുക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പറ്റും? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളാരും ഒറ്റയ്ക്കല്ല, ഓരോ കൂട്ടങ്ങളിലാണ്. ആ കൂട്ടത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടവരാ. ഇതിനർത്ഥം വിഭിന്ന അഭിപ്രായം ഉണ്ടാകരുതെന്നല്ല. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായാലും അത് ആ കൂട്ടത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും ക്രിയാത്മകമായ ഉയർച്ചയ്ക്കുമായിരിക്കണം. ഒരാൾ വിചാരിച്ചാൽ കലഹമുണ്ടാക്കാം, ഒരു കോരഹ് മതി, ഒരു അബീരാം മതി. പക്ഷേ 34 ലക്ഷം ജനത്തെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ മോശയുടെ ത്യാഗപൂരിതമായ ജീവിതം വേണം. ഒറ്റ ഒരാൾ വിചാരിച്ച കലഹം ഉണ്ടാക്കരുതോ? നമ്മുടെ വീടുകളിൽ കലഹം ഒരാൾ ഉണ്ടാക്കിയപ്പോഴല്ലേ? പള്ളിയിൽ നാം ഇടപെടുന്ന സമൂഹങ്ങളിൽ കലഹമുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യമാണ്. ആര് വിചാരിച്ചാലും പറ്റും. പക്ഷെ നാം ഉണ്ടാക്കുന്ന കലഹ നിമിത്തം നിഷ്കളങ്കരായ മനുഷ്യരാരെങ്കിലും ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ജന്മം പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം. മോശയുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ്
ഭൂമി പിളരുന്നത്. ഞാൻ പറയട്ടെ, നാം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നിമിത്തം നിഷ്കളങ്കരായ ആരെങ്കിലും ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെടും. ഏതിടങ്ങളിലായിക്കൊള്ളട്ടെ. സ്വയം ഒന്ന് ആത്മശോധന ചെയ്യും. വചനം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ചെറിയ വല്ലൊരുത്തിന് ഇടർച്ച വരുത്തിയാൽ അവൻ്റെ കഴുത്തിൽ ഒരു തിരകല്ല് കെട്ടിയിട്ട് സമുദ്രത്തിൽ എറിയണം, പൊങ്ങരുതെന്ന്. അത്ര കഠിനമായിട്ടാണ് ഭിന്നത ഉണ്ടാക്കുന്നവരെ പറ്റി വേദപുസ്തകം പറയുന്നത്. നമ്മുടെ ഇടങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവിടെ സ്നേഹവും സന്തോഷവും സഹവർത്തിത്വവും നിലനിർത്തേണ്ട ഇടങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ ഭവനങ്ങളെ പറ്റി ഏറെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. എല്ലാം ഉണ്ട് നമ്മുടെ വീടുകളിൽ, പക്ഷേ സന്തോഷവും സമാധാനമില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ്? ഒടുങ്ങാത്ത കലഹത്തിന്റെ വേദിയാണ് എങ്കിൽ എന്ത് പ്രയോജനമാണ്? എന്ത് സാക്ഷ്യമാണ് കൊടുക്കാൻ പറ്റുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പങ്കാളിക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, പൊതുസമൂഹങ്ങളിൽ. ഞങ്ങൾ അച്ഛന്മാര് ചില വീടുകളിൽ പോകും, ജീവിതത്തിന്റെ രണ്ടറ്റ കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ആ വീടുകൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു മമതയുടെ അനുഭവം, സഹോദരങ്ങൾ തമ്മിലുള്ള ഹൃദ്യമായ ഇടപെടൽ, അതല്ലേ സ്വർഗം. എന്നാൽ ചിലയിടങ്ങളിലുണ്ട്, ആവോളവുമുണ്ട്, രണ്ട് ധ്രുവങ്ങളില്ല. എന്തോ പ്രയോജന? എല്ലാമുണ്ട്, ഒടുങ്ങാത്ത കലഹമായി നമ്മുടെ ഭവനങ്ങൾ മാറിയ എന്ത് പ്രയോജനമാ? ഒരാളുടെ 110ാം ചരമവാർഷികമായിരുന്നു ഒരു മാസം മുമ്പ് ആചരിച്ചത്. വിശ്വസാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയ്. ആ മനുഷ്യനെ പറ്റി നിങ്ങൾ വായിച്ചു കാണുമല്ലോ. 5000 ഏക്കർ സ്ഥലമുള്ള മനുഷ്യനാണ്. 10 സെന്റ് നമുക്ക് തികച്ചില്ല. 5000 ഏക്കർ സ്ഥലം, 800 പരിചാരകന്മാരായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. സാഹിത്യ ലോകത്തെ തൻ്റെ രചനകൾ കൊണ്ട് ചലിപ്പിച്ച മനുഷ്യനാണ് വിശ്വസാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയ്. പക്ഷെ നമുക്കറിയാത്ത ചില കാര്യമുണ്ട്. അയാളുടെ കുടുംബജീവിതം എന്നും കലഹമായിരുന്നു. അയാളുടെ ഭാര്യ സോഫിയ എല്ലാ ദിവസവും കലഹമാണ്. ഒരു ദിവസം ലിയോ ടോൾസ്റ്റോയ്ക്ക് നന്നേ പനിച്ച സമയം, അന്നും കലഹമുണ്ടായി. കലഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അയാൾ വീട് വിട്ടിറങ്ങി ഏതോ ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്തു. ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. നേരം വെളുക്കാൻ തക്കവണ്ണം ആ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. രാവിലെ മഞ്ഞു കോരാമെന്നവരാ കണ്ടത്. അവരുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ തെരുവ് തെണ്ടി കണക്ക് മരിച്ചിരിക്കുന്നു. തൻ്റെ രചനകൾ കൊണ്ട് ലോകത്തെ ചലിപ്പിച്ച മനുഷ്യൻ റഷ്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ആ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ തെരുവ് തണ്ടി കണക്ക് മരിച്ചിരിക്കുന്നു. എല്ലാം ഉണ്ടായാലെന്താ? സമാധാനവും സന്തോഷമില്ല. എന്തോ പ്രയോജനമാണ്, എന്തോ പ്രയോജനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, ഒന്നും വേണ്ട അപ്പ അമ്മ, കുറച്ച് സ്വസ്ഥത തന്നാ മതിയെന്ന്. നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നാം കാട്ടിക്കുടിക്കുന്നത് കണ്ടിട്ട് പറയത്തില്ലേ, ദൈവമേ ഈ വീടൊരു നരകമാകുകയാണല്ലോ എന്ന്. പ്രിയമുള്ളവരെ, സന്തോഷകരമായ ജീവിതത്തിന് മറ്റൊന്നും ഒരു ഘടകമല്ല. സ്നേഹവും സഹവർത്തിത്വവും നിലനിർത്തുന്ന ഒരു സാക്ഷ്യമുണ്ടാകുക എന്നുള്ളതാണ്. ഇവിടെ കലഹമുണ്ടോ, ഇവിടെ ഭിന്നതയുണ്ടോ, അവിടെ ദൈവം കാണില്ല. നമ്മുടെ കുടുംബങ്ങളേറെ ചിന്തിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കുടുംബം പോലെ സ്വർഗം വേറെ ഒന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നു, നിത്യതയിലുള്ളത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ്. സ്നേഹവും സന്തോഷവും സഹവർത്തിത്വവും ഉണ്ടെങ്കിൽ സ്വർഗരാജ്യമാണ് നമ്മുടെ വീട്. പക്ഷെ അതില്ലെങ്കിലോ അതുപോലെ നരകതുല്യം വേറെ ഒന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, പ്രിയപ്പെട്ടവർ പറയത്തില്ലേ, ശരിക്കും നരകമായി ജീവിതമെന്ന്. വേറെ ഒരിടവും പോണ്ട, ആ നരകം തന്നെ ഇത്. സച്ചിൻ തെണ്ടുൽക്കറിന്റെ വാങ്കേ സ്റ്റേഡിയത്തിൻ്റെ അവസാന മത്സരത്തിന് ശേഷം അദ്ദേഹം ഒരു 10 മിനിറ്റ് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്നെ വളരെ ആകർഷിച്ചു. തനിക്ക് ആരോടൊക്കെ നന്ദിയുണ്ടോ അവരോടൊക്കെ നന്ദി അർപ്പിക്കുകയാണ്. അതിൽ നമ്മുടെ ഹൃദയത്തെ തൊട്ടത് ഡോക്ടർ അഞ്ജലിയെ പറ്റി പറഞ്ഞതാണ്. സച്ചിൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഏതാണെന്നറിയാമോ? ഡോക്ടർ അഞ്ജലി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മളോടൊരു ചോദ്യം കണക്ക് സച്ചിൻ ചോദിച്ചു, എൻ്റെ ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഏതാണെന്നറിയാമോ? നമ്മളൊക്കെ ചിന്തിച്ചു ദ്രാവിഡോ ധോണിയോ ഒക്കെ ആയിരിക്കാം. തെല്ല് നിർത്തി സച്ചിൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൾ ഡോക്ടർ അഞ്ജലിയോടൊത്തുള്ള ജീവിതമാണ്
ബെസ്റ്റ് പാർട്ണർഷിപ്പ്. ഈ സമയത്ത് ക്യാമറ ഗാലറിയിലേക്ക് പോയി. അഞ്ജലിയെ കാണിച്ചു തന്നു നമുക്ക്. അഞ്ജലി കണ്ണാടി മാറ്റിയിട്ട് കണ്ണ് തുടച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക. അതിനേക്കാൾ ബ്യൂട്ടിഫുൾ മൊമെന്റ് വേറെ ഒന്നുമില്ല. പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ പങ്കാളിമത്തുള്ള ജീവിതമാണ് എൻ്റെ മഹത്തായ കൂട്ടുകെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ സാക്ഷ്യം നിലനിർത്തുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ്? നമ്മുടെ ഇടങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, കുടുംബം മാത്രമല്ലല്ലോ, ഇടപെടുന്ന ഏത് മേഖലകളും അവിടെ കലഹവും ഭിന്നതയും ഉണ്ടായാൽ അവിടെ ദൈവം കാണില്ല. ഈ സമയത്ത് നമ്മളൊക്കെ ഓർക്കും, നമ്മുടെ സഭയെപ്പറ്റി കലഹങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നും നിലകൊള്ളുന്നത് ഭിന്നിച്ചു പിരിയാനല്ല, ഒന്നായിട്ട് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്താനാണ്. എവിടെ കലഹമുണ്ടോ, എവിടെ ഭിന്നതയുണ്ടോ, അവിടെ ദൈവം കാണില്ല. രണ്ടാമത്തെ കൂട്ടദുരന്തം, ഗ്രേവ് ഓഫ് റെബലിയൻ. 3 സംഖ്യാപുസ്തകം 21:6. അപ്പോൾ യഹോവ ഇസ്രയേൽ പാളയത്തിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രയേലിൽ വലിയ ജനം മരിച്ചു. ഇസ്രയേൽ ജനത ഏതോം ദേശം ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര നടത്തുകയാണ്. യാത്ര നീണ്ടു പോവുകയാണ്, എങ്ങും എത്തുന്നുമില്ല. 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, അതുകൊണ്ട് വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു, ജനം പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രയേൽ വലിയ കൂട്ടം മരിച്ചു. ഇസ്രയേൽ പാളയത്തിലെ 3-ാമത്തെ കൂട്ട ദുരന്തം എന്താണെന്നറിയാമോ? വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ വഴിയാത്രയെപ്പറ്റി മറുതലിച്ചവരെ ദൈവം സംഹരിക്കുന്നു. ഗ്രേവ് ഓഫ് ഇംപേഷ്യൻസ്, അസഹിഷ്ണുതയുടെ ശവക്കുഴി. എവിടെയാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെടുന്നത്? വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ ആകുലചിത്തരാകുമ്പോൾ, മറുതലിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണില്ല. ഇസ്രയേലിൻ്റെ ദൈവം ഇസ്രയേലിനെ അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ കാലങ്ങളിൽ എത്ര അത്ഭുതകരമായവരെ നടത്തി. യുക്തിക്കപ്പുറമായിട്ട് ഇടപെട്ട ദൈവമാണ്. അവരങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം നൽകുന്നു. അതിനു മുൻപ് സമുദ്രത്തെ തുറന്ന ഉണക്കിയ നിലത്തൂടെ അവരെ നടത്തുന്നു. മരുഭൂമിയിൽ അവർക്ക് അപ്പം നൽകുന്നു, ഇറച്ചി നൽകുന്നു. ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ അവർക്ക് പകൽ മേഘമായി ദൈവം കൂടിയിരിക്കുന്നു. രാത്രിയിൽ അവരുടെ മുൻപിൽ അഗ്നിതൂണായിട്ട് അവർക്ക് ദൈവത്തെ കാണാം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കേണ്ട സമയം സമാഗമന കൂടാരത്തിലേക്ക് ദൈവ തേജസ് ഇറങ്ങുന്നു. സാക്ഷ്യപെട്ടകത്തിന്റെ നടുവിൽ ഷെഖീനായി ഇറങ്ങി വരുന്നു. എത്ര അത്ഭുതകരമായിട്ട് അവരെ വഴി നടത്തിയ ദൈവമാണ്. പാറയിൽ നിന്ന് ഇസ്രയേൽക്കാർക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ പാറയിൽ നിന്ന് കടലുപോലെ വെള്ളം ഒഴുകണം. അതുപോലെ 34 ലക്ഷം ജനങ്ങളല്ലേ, കടലുപോലെ വെള്ളം ഒഴുകണം. അവർക്ക് അപ്പം നൽകുന്നത്, ഇറച്ചി നൽകുന്നത് യുക്തിക്കനുസരിച്ച് ചിന്തിക്കാൻ പറ്റൂ. യുക്തിക്കപ്പുറമായിട്ട് ഇടപെട്ട ദൈവമാണ്. കൂലം കുത്തി ഒഴുകുന്ന ചെങ്കടലിനെ തുറന്ന് ഉണക്കിയ നിലത്തൂടെ നടത്തി. ഇന്നവർക്ക് സാരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു, അവിടെ അത്ഭുതകരമായിട്ട് ഇടപെട്ട ദൈവമാണ്. ഇന്ന് അവരുടെ മുൻപിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വഴി നീണ്ടുപോകുന്നതേ ഉള്ളൂ. വഴി നീണ്ടുപോകുന്നതും ദൈവത്തിന്റെ കുഴപ്പമല്ല, ഇവരുടെ കുഴപ്പമാണ്. ദൈവത്തിന്റെ പദ്ധതിയെ സംശയിച്ചുകൊണ്ടാണ്. വഴി നീണ്ടുപോയാൽ എന്താ? അവരുടെ മുകളിൽ ദൈവത്തെ അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവം അവരുടെ മുൻപിലില്ലേ? അവരുടെ സാക്ഷ്യപെട്ടകത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ യുക്തിക്കപ്പുറമായി നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ മറുതലിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവകോപം വരുന്നു. ഗ്രേവ് ഓഫ് ഇംപേഷ്യൻസ്, അസഹിഷ്ണുതയുടെ ശവക്കുഴി. ഇവിടെയാണ് ഇസ്രയേലിൻ്റെ പാളയത്തിൽ ദൈവം കൂട്ടദുരന്തം വഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെടുന്ന എവിടെയാണ്? അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ കുഞ്ഞു പ്രശ്നങ്ങളിൽ മറുതലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണില്ല. പ്രിയമുള്ളവരെ,
ഇവിടെ തല നരച്ച ആളുകൾ അധികമില്ല. കോവിഡൊക്കെ ആയതുകൊണ്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് അധികം പേര് വന്നിട്ടില്ല. നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കണം. കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി അവർ വാചാലരാകും. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയവരാണെന്നറിയാമോ? കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ, ഇത്രയും സാമ്പത്തിക സാഹചര്യമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ, കാർഷിക വൃത്തിയിൽ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ അവിടെയൊക്കെ ദൈവം നടത്തി ശരിക്കും. അതുകൊണ്ട് അച്ചോ, ഇന്നത്തെ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി വഴി നടത്തിയ ദൈവമാണ് ഞങ്ങളുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ഇന്നിൻ്റെ വഴി യാത്രയുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളേ അല്ല. നമ്മളോ ഏതായാലും നമ്മുടെ പഴയ തലമുറയുടെ അത്രയും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നമുക്കുണ്ടോ? അത്രയും വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണോ? അവരെക്കാൾ ബുദ്ധിപരമായിട്ട് നമ്മൾ വളർന്നു. വേദശാസ്ത്രം നമുക്കറിയാം. പള്ളിയിൽ നമ്മൾ മുൻപന്തിയില്ല. ആത്മീയ കാര്യങ്ങൾ സജീവര. സാമ്പത്തിക ഭദ്രതയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ ഇന്ന് നമ്മൾ അടിപതറിപ്പോകുന്നില്ലേ? അവിടെ എവിടാ നമ്മുടെ ജീവിതത്തിൽ ദൈവമുള്ളത്? നമ്മുടെ പഴയ തലമുറ അവരുടെ ജീവിതത്തിൻ്റെ ശോധനകളിലൊന്നും അവർ അടിപതറിപ്പോയില്ല. സഭയുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളിലും രൂഢമൂലമായി ജീവിച്ചു. നോമ്പനുഷ്ഠാനങ്ങൾ, ആരാധന കേന്ദ്രീകൃതമായ ജീവിതം, കുമ്പിടിയിൽ യാമപ്രാർത്ഥനകൾ, അതിലൂടെ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിച്ചു. ഇന്നോ അവരെക്കാൾ വാചാപ്രാർത്ഥന നമുക്കറിയാം, പ്രസംഗിക്കാനറിയാം. പക്ഷേ ജീവിതത്തിൻ്റെ കുഞ്ഞു പ്രശ്നങ്ങളിൽ നിരാശരായി പോവുക, മറുതലിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തെ ചോദ്യം ചെയ്യുക. എന്ത് ആത്മീയതയാണ് നമ്മുടെ ജീവിതത്തിൽ? പ്രിയമുള്ളവരെ, ഇസ്രയേൽ പാളയത്തിൻ്റെ കൂട്ടദുരന്തം വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ വഴിയാത്രയെ പറ്റി മറുതലിച്ചതാണ്. പോട്ടെ, നമ്മുടെ പഴയ തലമുറയെ വിട്ടുകള. നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്ക്. യുക്തിക്കപ്പുറമായി നിങ്ങളിൽ ഇടപെട്ടൊരു ദൈവമില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ? കൂലം കുത്തി ഒഴുകുന്ന ചെങ്കടല് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഉണങ്ങിയ നിലത്തൂടെ സേഫായിട്ട് നിങ്ങളെ നടത്തിയില്ലേ ദൈവം? കനല് പോലെയുള്ള ചുട്ടുപഴുത്ത പാറയിൽ നിന്ന് പ്രത്യാശയുടെ വെള്ളം നിങ്ങൾക്ക് ഒഴുക്കി തന്നിട്ടില്ലേ? നിങ്ങൾ തന്നെ പറയത്തില്ലേ, യുക്തിക്കനുസരിച്ച് എങ്ങനെ നടന്നെന്ന് അറിയത്തില്ല. നിങ്ങളുടെ രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, മക്കളുടെ വിവാഹമായിരിക്കാം, മക്കളെ പറ്റിയുള്ള ആശങ്കകളായിരിക്കാം, കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല എന്ന് ചിന്തിച്ച ഇടങ്ങളിൽ ദൈവം കൈവെള്ളെ കൊണ്ട് തന്നില്ലേ? ഇസ്രയേലിന് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തതുപോലെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദൈവമേ ഇതെങ്ങനാ തമ്പുരാൻ കർത്താവിൻ്റെ കൈവെള്ളെ കൊണ്ട് തന്നതെന്ന്? മറ്റെങ്ങും പോണ്ട. ഇന്നിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ അടിപതറിപ്പോകാതെ ഇരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കിയാൽ മതി. എത്ര അത്ഭുതകരമായി, എത്ര അനുഗ്രഹകരമായി നടത്തിയൊരു ദൈവം. 71-ാം സങ്കീർത്തനം വൃദ്ധനായ ദാവീദിൻ്റെ കീർത്തനമാണ്. ദാവീദിനെ പോലെ പ്രശ്നങ്ങളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ പോയിട്ടുള്ള മനുഷ്യരില്ല. ഗോലിയാത്തിന്റെ മുൻപിൽ ഒരു കൊച്ചു കവിണയായി, ഒരു ബാലനായി നിന്ന സമയം മുതൽ താൻ രാജാവായപ്പോൾ തൻ്റെ മകൻ തനിക്കെതിരെ തിരിഞ്ഞ് ഉപജാപക വൃന്ദത്തെ സൃഷ്ടിച്ച കാലം വരെയുള്ള കാലഘട്ടം എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതെല്ലാം ഓർത്തുകൊണ്ട് ദാവീദ് എഴുതുന്ന സങ്കീർത്തനമാണ്. വൃദ്ധനായപ്പോൾ ദാവീദിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരല്പസമയം ദാവീദ് ഒന്ന് ചഞ്ചലചിത്തനായിപ്പോയി. എങ്ങനെ ഈ പ്രശ്നങ്ങളെ നേരിടും, എങ്ങനെ ഈ പ്രയാസങ്ങളെ അതിജീവിക്കും? ആ സമയത്താണ് ദാവീദ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. തൻ്റെ ശൈശവം മുതൽ ഇന്ന് വരെയുള്ളൊരു കാലഘട്ടം ദാവീദ് അങ്ങനെ ഓർത്തുകൊണ്ട് എഴുതുന്ന സങ്കീർത്തനമാണ് 71-ാം സങ്കീർത്തനം. ദാവീദ് ചിന്തിച്ചു, ദൈവമേ, യുക്തിക്കപ്പുറമായി നീ എന്നിൽ ഇടപെട്ടില്ലേ? ഞാൻ ചിന്തിച്ചതിനപ്പുറമായി നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചില്ലേ? ദാവീദ് ഇതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനവധി ദൈവമേ, ശൈശവം മുതൽ നീ എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നു, ഒരു മിറക്കിളാക്കി മാറ്റിയിരിക്കുന്നു. അവസാനം ഈ സങ്കീർത്തനത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് 20-ാം വാക്യമാണ്. ദാവീദ് അവിടെ പറയുന്നുണ്ട്, അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. അന്നൊക്കെ ഒരു മിറക്കിളായിട്ട് എന്നെ മാറ്റിയ ദൈവം ഇന്ന് വാർദ്ധക്യത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ എൻ്റെ ദൈവം എന്നെ കരുതില്ലേ? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വഴി നടത്തിയ ദൈവത്തെ ഓർത്ത് ഇന്ന് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ അവിടെ വേറെ എങ്ങും നിങ്ങൾ നോക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി.
യുക്തിക്കപ്പുറമായി ഇടപെട്ട ഒരു ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എല്ലായിടങ്ങളിലും പറയുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ 30 വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചു. അതല്ല മക്കൾ ഞങ്ങളെ തകർത്ത് കളഞ്ഞത്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ മെൻ്റലി ഡിപ്രസ്ഡായിട്ടായി പോയി. അമ്മ പള്ളിയിലെ മർത്തമറി സമാജത്തിൻ്റെ സെക്രട്ടറിയാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഓടി നടന്ന ആളാണ്. എൻ്റെ അച്ഛന് ക്യാൻസർ ബാധിതനാണെന്നും അത് സെക്കൻഡറി ആയെന്നും ഒക്കെ അമ്മയ്ക്കറിയാം. പക്ഷേ അച്ഛൻ മരിച്ചത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം വീടിനപ്പുറമായൊരു പ്രാർത്ഥനാക്കൂട്ടത്തിനപ്പുറമായൊരു ജീവിതം അമ്മയ്ക്കില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അച്ഛൻ മരിക്കുമെന്ന് അറിഞ്ഞെങ്കിലും പക്ഷെ മരിച്ചു എന്നുള്ളത് ഫേസ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരു എസ്കേപ്പിസം പോലെ അമ്മ മെൻ്റലി ഡിപ്രസ്ഡ് ആയത്. മെൻ്റലി ഡിപ്രസ്ഡ് ആയതല്ല അമ്മ ശരിക്കും, അതിനപ്പുറം ഒരു മാനസിക രോഗിയെപ്പോലെ തന്നെയായി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, ഒരു സൈഡിൽ അച്ഛൻ മരിച്ചു, മറു സൈഡിൽ അമ്മ മാനസിക രോഗി കണക്ക്. പള്ളി എന്ന് പറഞ്ഞ് നടന്ന ഒരു സ്ത്രീ പിന്നീട് പള്ളിയിൽ പോയിട്ടില്ല, പ്രാർത്ഥനാക്കൂട്ടത്തിന് ഇറങ്ങിയിട്ടില്ല, വീടിന് പുറത്തിറങ്ങില്ല. എപ്പോഴെങ്കിലും മുറിക്ക് പുറത്തിറങ്ങുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ നോവിക്കാത്ത അമ്മ ആ സമയത്ത് ഞങ്ങളെ വിഷമിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. എൻ്റെ അച്ഛൻ ഡിഫൻസിലായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. ഫാമിലി പെൻഷൻ്റെ പേപ്പർ അമ്മ ഒന്നും പോയി തയ്യാറാക്കില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മൂത്ത സഹോദരിയായിരുന്നു എല്ലാം കൊണ്ടുപോയി തയ്യാറാക്കിയത്. അതിനുശേഷം അമ്മയുടെ സിഗ്നേച്ചർ വേണം. അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ എന്നെ ചെയ്തെന്നറിയാമോ? അത് ചുരുട്ടിക്കൂട്ടി അവിടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങൾ വാവിട്ട് കരഞ്ഞുപോയി. എന്നാ ചെയ്യാനാ? ജീവിതം ഒരു ചോദ്യചിഹ്നം പോലെ ഒരു കട്ടപ്പുകയാകുന്ന ഒരവസ്ഥ. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഗുരുതുല്യനായ ഒരു TC ജോണച്ചൻ അറിയാം, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കറിയാം, മറ്റാർക്കും അറിയില്ല. പറഞ്ഞാൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും പരിഹസിക്കാൻ ഒരു കാരണമായി. ആ സമയത്ത് അനുഭവിച്ച വിഷമങ്ങൾ, പ്രയാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അന്ന് പ്രാർത്ഥിച്ചതുപോലെ ജീവിതത്തിൽ പിന്നീടൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യും? അന്ന് എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം നടന്നിട്ടില്ല. സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ക്രമപ്പെടുത്താമെന്ന് പറഞ്ഞാൽ പോലും മാനസിക രോഗിയായ ഒരമ്മയുടെ പെൺമക്കളെ ആര് വിവാഹം കഴിക്കാനാ? പരസ്പരം ഇരുന്ന് കരയുക. ഇതിൻ്റെ അവസാനം എന്തെന്നിങ്ങനെ ആശങ്കയോടിരിക്കുകയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു സാക്ഷ്യം കണക്കാണ് ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ 1ാമത്തെ ചരമവാർഷികത്തിന് 2 ആഴ്ച മുമ്പ് എൻ്റെ അമ്മ സാധാരണഗതിയിലായി. എങ്ങനെയാണെന്നറിയത്തില്ല. യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ നടക്കില്ല. ഒരുപക്ഷെ പാവപ്പെട്ട നിഷ്കളങ്കരായ ഞങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടുകൊണ്ട് ദൈവം ചെയ്തു തന്നതായിരിക്കാം. എൻ്റെ അമ്മ സാധാരണ ജീവിതത്തിലേക്ക് വന്ന് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. സാധാരണ ജീവിതത്തിലേക്കല്ല വന്നത്. അമ്മ പണ്ടെങ്ങനെയോ അതിനേക്കാൾ ആത്മീയതയോടെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും അമ്മ പ്രാർത്ഥനാക്കൂട്ടത്തിൻ്റെ സെക്രട്ടറിയായി. പള്ളിക്കാര്യങ്ങൾ കോടി നടക്കാൻ തുടങ്ങി. എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം നടത്തി. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അമ്മ നടത്തി. എന്നെ സെമിനാരി വിട്ടതും എൻ്റെ ഷമ്മാശപ്പട്ടം കൂടെയും എൻ്റെ വിവാഹവും വൈദിക പട്ടം കൂടെയും എല്ലാം എൻ്റെ അമ്മയാണ് ചെയ്തത്. എൻ്റെ ദൈവം കഴിഞ്ഞാൽ എനിക്കെല്ലാം എൻ്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, യുക്തി അനുസരിച്ചെല്ലാം പോയെന്ന ഘട്ടമാണ്. ഇന്ന് എനിക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എനിക്ക് നിരാശനാകാൻ പറ്റുമോ? അടിപതറിപ്പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ യുക്തിക്കപ്പുറമായി ഇടപെട്ട ഒരു ദൈവമുണ്ട്. ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ സധൈര്യം മുന്നോട്ട് പോകാൻ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുക. യുക്തിക്കപ്പുറമായി ഇടപെട്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയെപ്പറ്റി വിഷമിച്ചു കഴിഞ്ഞാൽ എവിടെയാ ആത്മീയത? അഗ്നിസർപ്പത്തിൻ്റെ ദംശനങ്ങളേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ചില വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അടിപതറിപ്പോകരുത്. നടത്തിയൊരു ദൈവമുണ്ട്. ആ കുരിശിലേക്ക് നോക്കിയാൽ മതി. ആ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും, അനാഥനായി വിടുകയില്ല. നിങ്ങളുടെ ജീവിതം നഷ്ടത്തിൻ്റെ, നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് വിട്ടുകൊടുക്കുകയില്ല. യുക്തിക്കപ്പുറമായി ഇടപെട്ടൊരു ദൈവം വീണ്ടും എന്നിലും നിങ്ങളിലും ഇടപെടും. ഇസ്രയേൽ പാളയത്തിലെ 3ാമത്തെ കൂട്ടദുരന്തം, ഗ്രേവ് ഓഫ് ഇംപേഷ്യൻസ്, 4ാമത്തേതും അവസാനത്തേതും
5-10 മിനിറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. സംഖ്യാപുസ്തകം 29-ാം അധ്യായം 26-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ ബാധ ഇസ്രയേൽ പാളയത്തെ വിട്ടുമാറി, ബാധ കൊണ്ട് മരിച്ചവർ 24,000 പേർ. ഇസ്രയേൽ പാളയത്തിലെ ഏറ്റവും വലിയ കൂട്ട ദുരന്തമാണ്. 24,000 പേർ ഒറ്റയടിക്ക് മരിച്ചു. ഇസ്രയേൽ ജനം യാത്ര ചെയ്ത് മോവാബിലെ ശീത്തീമിലെത്തി. അവിടെ വെച്ച് ഇസ്രയേൽ പാളയത്തിലുള്ള പുരുഷന്മാർ അവിടെയുള്ള മൊവാബ്യ സ്ത്രീകളുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടു. തന്മൂലം മോവാബ്യർ ഇസ്രയേൽക്കാരെ അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് ക്ഷണിച്ചു. ഇസ്രയേൽക്കാർ ക്ഷേത്രങ്ങളുടെ മുൻപിൽ നമസ്കരിച്ചു, അവരുടെ നേർച്ച സ്വീകരിച്ചു. ഇസ്രയേൽ ബാലിനോട് ചേർന്നു. ഇസ്രയേൽ പാളയത്തിലുണ്ടായ 4-ാം കൂട്ടദുരന്തം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ച് അവിശ്വസ്തരായവരെ ദൈവം നശിപ്പിക്കുന്നു. ഗ്രേവ് ഓഫ് അൺഫെയ്ത്ത്ഫുൾനെസ്, അവിശ്വസ്തതയുടെ ശവക്കുഴി. എവിടെയാണെന്നറിയാമോ ദൈവം നമ്മളിൽ നിന്ന് നഷ്ടമായി പോകുന്നത്, ഇല്ലാതായി പോകുന്നത്? ദൈവബോധം പട്ടുപോകുന്നത് എവിടാണെന്നറിയാമോ? ദൈവമേൽപ്പിച്ച ഉടമ്പടി മറന്ന് അവിശ്വസ്തരാകുന്നവരുടെ ഇടയിൽ ദൈവം കാണില്ല. ഇവിടെ പറയുന്ന മോവാബ്യർ ആരാണ്? അവരെന്ത് ഉടമ്പടിയാണ് ഇസ്രയേൽക്കാർ ലംഘിച്ചത്? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ലോത്തിന് മദ്യലഹരിയിൽ മകളിലുണ്ടായ മകനാണ് മോവാബ്. ശപിക്കപ്പെട്ട മകനാണ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മോവാബ്യരുടെ 10-ാം തലമുറയോട് പോലും ഒരു സംസർഗം ഇസ്രയേൽക്കാർക്കുണ്ടാകരുത്. മോവാബ്യരുമായി സംസർഗമുണ്ടാകരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ലംഘിച്ച് അവിശ്വസ്തരായവരെ ദൈവം നശിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ഉടമ്പടികൾ തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ വിശ്വസ്തരാകേണ്ടവരാണ് നമ്മൾ. എവിടെ അവിശ്വസ്തത കാണിക്കുന്നോ അവിടെ ദൈവം കാണില്ല. നമ്മുടെ ഉടമ്പടികൾ എന്താ? നമുക്കെല്ലാവർക്കും അറിയാം. വൈവിധ്യം നിറഞ്ഞ ഉടമ്പടികളാണ്. ഇടപെടുന്ന മേഖലകളും പ്രവർത്തിക്കുന്ന രംഗങ്ങളും, എന്തിന് നമ്മുടെ ദാമ്പത്യ ജീവിതം, അതുമെല്ലാം ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. ഇവിടെ വിശ്വസ്തയോട് നിൽക്കേണ്ടവരാണ് നമ്മൾ. വിശുദ്ധിയോട് പ്രവർത്തിക്കേണ്ടവരാണ്. ആദ്യമൊക്കെ വിശുദ്ധിയും വിശ്വസ്തതയൊക്കെ നമുക്ക് കാണും. കുറച്ച് കഴിയുമ്പോൾ അറിയാതെ ഇത് കുറഞ്ഞു തുടങ്ങും. ഇസ്രയേൽ പാളയത്തിലും പറ്റിയ കുഴപ്പം അതാ. നിങ്ങൾ ഓർക്കണം, മോവാബ്യരുമായി വിഹിതമല്ലാത്തൊരു സംസർഗത്തിൽ പതുക്കെയാണ് അവരുടെ വിശ്വസ്തതയിൽ നിന്ന് മാറി അവർ അവിശ്വസ്തതയിലേക്ക് പോകുന്നത്. ഡിമിനിഷിങ് ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവഭയം കുറയുന്നു. നമ്മൾ ഏത് മേഖലകളിൽ ഇടപെടുന്ന സമയം നമ്മളേറെ വിശ്വസ്തയോടും വിശുദ്ധിയോടുമാണ് പ്രവർത്തിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴോ ദൈവഭയം കുറയും. ഒരു ലാഘവ മനസ്ഥിതി വരും. പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകൾ, കുടുംബജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ, അധ്യാപകനായിട്ടുള്ള ആദ്യ നാളുകൾ, ഡോക്ടറായിട്ടുള്ള ആദ്യത്തെ ദിനങ്ങൾ, ഏത് മേഖലകളും ചിന്തിച്ചു നോക്കി. എന്ത് വിശുദ്ധിയോടും വിശ്വസ്തയോടുമാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചത്. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഒരു ലാഘവ മനസ്ഥിതി വരും. അറിയാതെ അത് നമ്മെ അവിശ്വസ്തതയിലേക്ക് കൊണ്ടുപോകും. ഏതുടമ്പടിയിലായിരുന്നാലും അന്ത്യം വരെയും വിശുദ്ധിയോട് വിശ്വസ്തയോട് നിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഉടമ്പടി ഏതാ? അത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ ഉറപ്പായി പറയും, അത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഉടമ്പടിയാണ്. ശരിക്കും ഇവിടെ അത് തന്നെ പറയുന്നത്. ഇസ്രയേൽ പുരുഷന്മാർ അവരുടെ ദാമ്പത്യ ജീവിതത്തെ പരിശുദ്ധി മറന്നിട്ട് മോവാബ്യ സ്ത്രീകളുമായി വിഹിതമല്ല അത് ജീവിക്കുക എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉടമ്പടിയുടെ ലംഘനമാണ്. കുടുംബജീവിതത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചപ്പോഴാണ് ഇസ്രയേലിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. 24,000 പേർ മരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉടമ്പടിയാണ്. ഇത് ലംഘിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടാകും. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ചുരുക്കം ചില കുടുംബങ്ങളിലാണെങ്കിൽ പോലും പങ്കാളിക്കപ്പുറമായി മറ്റാരോ കടന്നു വരുന്നുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒറ്റ കാരണം മാത്രം മതി നമ്മുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പടാകാൻ.
കേരളത്തിലെ ഒരു പ്രൊഫസർ ഒരു 8-9 വർഷം മുൻപ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ കാരണം കുടുംബജീവിതത്തിൻ്റെ അവിശ്വസ്ത ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു. അക്കമിട്ട അയാൾ കാരണങ്ങൾ എഴുതി. അവസാനം റെഡ് ഇങ്ക് കൊണ്ട് അയാൾ ഇങ്ങനെ എഴുതിയത്രേ: ഓൾ മൈ ഫേസസ് ഓഫ് ലൈഫ് ഈസ് വെരി സക്സസ്ഫുൾ എക്സെപ്റ്റ് മൈ ഫാമിലി ലൈഫ്, ബട്ട് ഫെയിലിയർ ഇൻ മൈ ഫാമിലി ലൈഫ് ഡിസ്ട്രോയിഡ് ഓൾ മൈ വിക്ടറീസ്. എൻ്റെ ജീവിതത്തിൽ എല്ലായിടവും വിജയമായിരുന്നു, എൻ്റെ കുടുംബജീവിതത്തിൽ ഒഴികെ. എൻ്റെ കുടുംബജീവിതത്തിലെ പരാജയം എല്ലാ വിജയങ്ങളെയും ഇല്ലാതാക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയൊക്കെ വിജയിച്ചാലും കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ചാൽ എല്ലാം പോയി. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മളൊക്കെ മുറിക്കകത്ത് കഥ അടച്ചിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. പുതുപ്പ് മുകളിലിടുമ്പോൾ നമ്മളെ ആരും കാണുന്നില്ലെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതം കാണുന്ന ഒരു ദൈവമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉടമ്പടി ദൈവസന്നിധിയിലുള്ള ഉടമ്പടിയാണ്. അവിടെ എവിടെ അവിശ്വസ്തത വരുന്നോ നമ്മുടെ കുടുംബം തകർന്നു പോകും. പിതാക്കന്മാർ വിവാഹത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയാവോ? മാരേജ് ഈസ് അറേഞ്ച്ഡ് ബൈ ദി ചർച്ച് ആൻഡ് സീൽഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. വിവാഹം സഭയെ ക്രമീകരിക്കുന്നത്, അത് മുദ്രയിടുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ വിവാഹത്തിന്റെ ഉടമ്പടി ദമ്പതികൾ തമ്മിലുള്ള ഉഭയസമ്മതമല്ല, ദൈവസന്നിധിയിലുള്ള ഉടമ്പടിയാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നതാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം അഡൽട്ടറിയാ, വ്യഭിചാരമാണ്. പങ്കാളിക്കപ്പുറമായി ആരെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. വേദപുസ്തകത്തിൽ ലാവണ്യമുള്ള ഒരു കഥാപാത്രമുണ്ട്, യൗസേപ്പ്. അയാൾ പൊത്തിഫേറിന്റെ ഭവനത്തിലാകുന്നു. പൊത്തിഫേറിന്റെ ഭാര്യ അയാൾ തന്നോടൊപ്പമാകാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, യജമാനൻ കൂടെയില്ല, അന്യസ്ഥലത്താണ്. ഈജിപ്ഷ്യൻ സ്ത്രീകൾ സുന്ദരികളാണ്. അകമ്പടി നായകന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതീവ സുന്ദരിയായിരിക്കണം. അതീവ സുന്ദരിയായ ഒരു സ്ത്രീ യജമാനത്തിയാണ് ഒരു കൗമാരക്കാരനെ തന്നോടൊപ്പമാകാൻ ക്ഷണിക്കുന്നത്. അപ്പനും സഹോദരങ്ങളും കൂടെയില്ലല്ലോ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വെൻ ഇൻ റോം ഡു വാസ് റോമൻസ്. റോമിൽ ചെന്ന റോമക്കാരെ പോലെ ജീവിക്കാവുന്ന. മിസ്രൈം എന്ന സ്ഥലം ഈ കുടുംബബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത നാടാ. എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നവരാ. അപ്പനും സഹോദരങ്ങളുമില്ല, വേറൊരു സ്ഥലത്താ. അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തിന്റെ രീതി അനുസരിച്ച് വേണേ ജീവിക്കാമല്ലോ. ജോസഫ് അങ്ങനെ ചിന്തിക്കുന്നില്ല. സുന്ദരിയായ ഒരു സ്ത്രീയാ തന്നെ വിളിക്കുന്നത്, യജമാനത്തിയാ. യജമാനത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചാൽ തനിക്ക് നല്ലതാ. തൻ്റെ പ്രവർത്തനങ്ങൾ, തൻ്റെ ജീവിതം കുറച്ചുകൂടെ സേഫാകും. തനിക്കിഷ്ടമില്ലെങ്കിലും ഒന്ന് നിന്നു കൊടുത്താൽ എന്താ, തൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ജോസഫ് ആ സമയത്ത് പറഞ്ഞൊരു വാക്യം എന്താ, ചാട്ടുളി പോലെ നമ്മുടെ നെഞ്ചിൽ വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് തർജ്ജിമയെ കൃത്യമായിട്ടുള്ളത്. ഹൗ ക്യാൻ ഐ ഡു ദിസ് ഗ്രേറ്റ് വിക്കഡ്നെസ് ആൻഡ് സിൻ അഗൈൻസ്റ്റ് ഗോഡ്? എനിക്കെങ്ങനെ അധമ പാപം ചെയ്യാൻ കഴിയും? ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ കഴിയും. പ്രിയമുള്ളവരെ, എല്ലാ പാപവും വേണമെങ്കിൽ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ, ആ ദാമ്പത്യത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിനെതിരെയുള്ള പാപമാണ്. ജോസഫ് പറയുക, എനിക്കെങ്ങനെ അധമ പാപം ചെയ്യാൻ കഴിയും? ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ കഴിയും. അഡൽട്ടറി ദൈവത്തിനെതിരെയുള്ള പാപമാണ്. ഇസ്രായേൽ പാളയത്തിന്റെ കൂട്ടദുരന്തം, അവസാനത്തെ കൂട്ടദുരന്തം എന്താ? ദൈവമേൽപ്പിച്ച ഉടമ്പടി ലംഘിച്ച് അവിശ്വസ്തരായവർ. പ്രിയമുള്ളവരെ, തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉടമ്പടി നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണ്. അതിൻ്റെ പരിശുദ്ധി ഒരു നൈമിഷിക സുഖത്തിന്, ഒരു ജഡത്തിന്റെ ആസക്തി കളഞ്ഞു കുളിക്കാനുള്ളതല്ല. ഓസ്ട്രേലിയയിലെ മെൽബണിലെ സംഭവം മനസാക്ഷി ഞെട്ടിക്കുന്നതല്ലേ? ഭർത്താവിനെ മറന്ന് പഴയ കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി അവൾ ചെയ്തതെന്താ? ഭർത്താവിന് ഓറഞ്ച് ജ്യൂസിൽ സയനൈഡ് കലക്കി കൊടുത്തു. എന്നിട്ട് എന്തൊരു അഭിനയമായിരുന്നു! അയാൾക്ക് ഹൃദയസ്തംഭനം വന്നെന്ന മട്ടിൽ വാവിട്ട് നിലവിളിച്ചു. മൃതശരീരവുമായി നാട്ടിൽ വന്നു, നന്നെ അവിടെയും അഭിനയിച്ചു. ഒടുവിൽ അവൾ പിടിക്കപ്പെട്ടു. ഇപ്പോൾ വിഷാദ രോഗം ബാധിച്ച് മെൽബണിലെ ജയിലിൽ അവൾ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉടമ്പടി ദാമ്പത്യ ജീവിതത്തിന്റെ ഉടമ്പടിയാണ്. ഇത് ലംഘിക്കരുതേ. ഇത് ലംഘിച്ചാൽ നമുക്ക് മാത്രമല്ല തലമുറകൾക്ക് നാശമാണ്. ഇവിടെ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: അവരും അവരുടെ കുടുംബങ്ങളും നശിച്ചെന്നാ പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ തലമുറകൾക്ക് നാശമാണ്. ഇന്നിന്റെ നമ്മുടെ പ്രശ്നം സാമ്പത്തികമാണോ, രോഗങ്ങളാണോ? അല്ലല്ലോ, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളല്ലേ.
സാമ്പത്തികം കാലം കഴിയുമ്പോൾ മാറും, രോഗങ്ങൾ, മെഡിക്കൽ സയൻസ് വളർന്നു. പക്ഷെ മക്കളുടെ ചുവട് വഴച്ചാലോ? അതിന് കാരണം നമ്മളാണോ എന്ന് ചിന്തിക്കണം. നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നതല്ല, കാണിച്ചു കൊടുക്കുന്നതാ കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നത്. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഉടമ്പടി ലംഘിച്ച അവിശ്വസ്തരായവർക്ക് ഇസ്രയേൽ പാളയത്തിന് വലിയ നാശം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഫിൻഹാസിൻ്റെ വാൾ മൂലം ഇസ്രയേലിൽ നിന്ന് രക്ഷയുണ്ടാകുകയാണ്. പ്രിയമുള്ളവരെ, വചനമെന്ന വാൾ നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കട്ടെ. ഏത് മേഖലകളിലായിക്കൊള്ളട്ടെ, അവിശ്വസ്തരാകേണ്ടവരല്ല, വിശ്വസ്തതയുടെ അന്ത്യം വരെ ജീവിക്കാനാണ് തമ്പുരാൻ കർത്താവ് വിളിച്ചിരിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ഗ്രേവ് ഓഫ് ഗ്രീഡ്, ആർത്തിയുടെ ശവക്കുഴി. 2, ഗ്രേവ് ഓഫ് റെബലിയൻ, കലഹത്തിൻ്റെ ശവക്കുഴി. 3, ഗ്രേവ് ഓഫ് ഇംപേഷ്യൻസ്, അസഹിഷ്ണുതയുടെ ശവക്കുഴി. 4, ഗ്രേവ് ഓഫ് അൺഫെയ്ത്ത്ഫുൾനെസ്. ഈ കൂട്ടർക്ക് കനാനി കയറാൻ കഴിഞ്ഞിട്ടില്ല. ആർത്തിയുള്ള ഇടങ്ങളിൽ ദൈവമില്ല, കലഹത്തിൻ്റെ ഇടങ്ങളിൽ ദൈവം കാണില്ല, മറുതലിപ്പിൻ്റെ ഇടങ്ങളിൽ ദൈവം കാണില്ല, അവിശ്വസ്തരുടെ ഇടങ്ങളിൽ ദൈവം കാണില്ല. പിന്നെ ആരാ കനാനിലെത്തിയത്? യോശുവായും കാലേബിനോടൊപ്പം ഇസ്രയേലിൻ്റെ പുതിയ തലമുറ കനാനിൽ ചെല്ലുന്നു. പഴയ തലമുറയ്ക്ക് കനാനില്ല. വചനം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതു സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകണം. അവിശ്വസ്തതയുടെ ആർത്തിയുടെ അനുഭവമല്ല, ദൈവം തരുന്ന നന്മകളിൽ തൃപ്തിയോടുള്ളതാണ് പുതിയ സൃഷ്ടിയുടെ അനുഭവം. കലഹത്തിൻ്റെ അനുഭവമല്ല, ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ് ദൈവസന്നിധിയിൽ നിലനിർത്തേണ്ടത്. അസഹിഷ്ണുതയുടെ ഇടമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ട ദൈവത്തെ മനസ്സിലോർത്തുകൊണ്ട് ജീവിതത്തെ അത്ഭുതമാക്കുകയാണ് വേണ്ടത്. അവിശ്വസ്തതയുടെ അനുഭവമല്ല, വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ നിലകൊള്ളുകയാണ് വേണ്ടത്. പഴയ തലമുറ കനാനിൽ ചെല്ലുന്നില്ല. ഈ 4 രീതികളും നമ്മുടെ ജീവിതത്തിൽ കാണില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിലും ജീവിതത്തിലുണ്ട്. ജീവിതം തൃപ്തിയില്ലാത്തതാണോ? ജീവിതം കലഹത്തിൻ്റെ ഇടങ്ങളാണോ? ജീവിതം ദൈവം തരുന്ന നന്മകളെയൊക്കെ മറന്ന് ഇന്നിൻ്റെ കുഞ്ഞു പ്രശ്നങ്ങളിൽ നിരാശചിത്തരായി ദൈവബോധമില്ലാതെ ജീവിക്കുന്ന ഇടങ്ങളാണോ? അതോ ആരും അറിയാത്ത ചില അവിശ്വസ്തരുടെ ഇടങ്ങൾ ജീവിതത്തിലുണ്ടോ? ഒന്ന് വിചിന്തനം ചെയ്യാം. ഈ പെരുന്നാളിൻ്റെ പുണ്യദിനങ്ങളിൽ സ്വയം ആത്മശോധന ചെയ്ത് തിരുത്തി ദൈവത്തോടൊപ്പമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ.